ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ ഭക്തൻ പറഞ്ഞ പോലെ കുടുംബമായിട്ട് ദൈവത്തെ സേവിക്കാൻ എല്ലാ വർഷവും കുടുംബത്തെ ഒന്ന് റിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മുടെ കുടുംബത്തിൽ എവിടെയാണ് കുടുംബത്തിൻ്റെ ഓട്ടം ഒന്ന് നിന്ന് പോയത്, അല്ലെങ്കിൽ എവിടെ വച്ചാണ് നമ്മുടെ കുടുംബത്തിനൊരു സർവീസ് ആവശ്യമായി വന്നത്, നമ്മുടെ കുടുംബത്തിൻ്റെ എന്തിനാണ്, ബ്രേക്കിനാണോ, ആക്സിലറേറ്ററിനാണോ, അതോ ശബ്ദത്തിനാണോ, സംസാരത്തിനാണോ, നമ്മൾ തമ്മിലുള്ള സംസാരത്തിനാണോ കുഴപ്പം, എവിടെയാണ് കുഴപ്പം എന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒന്ന് സർവീസ് ചെയ്തെടുത്തില്ല എങ്കിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പം ചിലരൊക്കെ പറയാറുണ്ട്, ഈ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുപോയി എന്നിട്ട് ഓസിട്ടൊന്ന് കഴുകി തിരിച്ചു കൊടുത്തേച്ചു, വലിയ പ്രയോജനമൊന്നുമില്ല, അവർ നേരെ ചെക്ക് ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറയുമല്ലേ. അപ്പം അതുപോലെ ആയി തീരരുത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മുടെ ഒരു വർഷത്തെ ഒരു ജീവിതകാലത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുവാനാണ് ദൈവം നമുക്ക് ഈ ഒരു കുടുംബവാരം നമ്മുടെ ഈ സഭകളിൽ എല്ലാ വർഷത്തിലും ഒരിക്കൽ നടത്തുന്നത്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തിങ്ക് ചെയ്യണം, റീതിങ്ക് ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ, അത് നമുക്ക് എങ്ങനെ തിരുത്താൻ കഴിയും എന്ന് ജീവിതത്തെ വളരെ ആലോചനാപൂർവം ചിന്തിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാകണം നാം ഓരോരുത്തരും. എവിടെയെങ്കിലും റിപ്പയറിൻ്റെ ആവശ്യം വന്നാൽ കൃത്യസമയത്ത് നാം അത് ചിന്തിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് അത് തിരുത്തി, വെറും കേട്ടിട്ട് കളയുന്നവരായിട്ടല്ല നമ്മൾ ഓരോ കുടുംബത്തെയും റിപ്പയർ ചെയ്തെടുക്കുന്നവരായി മാറണം എന്നാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഗുരു, എന്താണ് ഈ ജീവിതം എന്നാൽ എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി. ഗുരു മറുപടിയായിട്ട് പറഞ്ഞത് എന്തെന്നാൽ, നീ പ്രകൃതിയിലേക്ക് നോക്കൂ, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നിനക്ക് കാണാൻ സാധിക്കും എന്താണ് ജീവിതം എന്നാൽ, അല്ലെങ്കിൽ പ്രകൃതി നിന്നെ പഠിപ്പിക്കും എന്താണ് ജീവിതം. പ്രകൃതിയിൽ ഓരോ കുഞ്ഞു സംഭവവും നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതി നമുക്ക് തരുന്ന മനോഹരമായ ഉപമകൾ, ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ കാഴ്ചപ്പാടുകൾ പ്രകൃതി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ ഗുരു പറയുകയാണ്, നീ നമ്മുടെ പ്രകൃതിയെ ഒന്ന് സൂക്ഷ്മമായി വീക്ഷിക്കൂ, അപ്പം നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രകൃതിയിൽ നിന്ന് ജീവിതം എന്താണെന്ന് പഠിക്കാൻ സാധിക്കുമെന്ന് ഗുരു ഇവിടെ പറയുകയാണ്. ഒരിക്കൽ അയാൾ അങ്ങനെ ഇരിക്കെ അയാൾ ഒരു വഴിയെ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു മുന്തിരി ഇങ്ങനെ കായ്ച്ച്, ഒരുപാട് ഫലങ്ങൾ കായ്ച്ച് നല്ല ഭംഗിയിൽ നിൽക്കുന്നതുണ്ട്. അപ്പം അയാൾ ആ മുന്തിരിയോട് ഇങ്ങനെ ചോദിക്കാനിടയുണ്ടായി, മുന്തിരി, നിന്റെ ജീവിതം എന്താണെന്ന് മുന്തിരിയോട് ചോദിച്ചു. അപ്പം മുന്തിരി ചെടി അയാളോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നിലേക്കൊന്ന് നോക്കുക നിങ്ങൾ, എനിക്ക് സ്വയമേ ഒന്ന് നിൽക്കാൻ പോലുമുള്ള ശേഷി എന്നിലില്ല. എന്നാൽ ദൈവം മറ്റൊരു ചെടി അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ സഹായത്തോട് മാത്രമേ എനിക്ക് വളർന്ന് പന്തലിക്കാൻ സാധിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്ക് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റൂ. ആ ഒരു മരത്തിൻ്റെ സഹായത്തോടെ ഞാൻ വളർന്ന് പന്തലിച്ച് ഫലങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മധുരമേറിയ ഫലങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷമെന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ മുന്തിരിച്ചെടി. അടുത്തതായിട്ട് അദ്ദേഹം വീണ്ടും കുറേ ദൂരം ഇങ്ങനെ നടന്ന് നീങ്ങി. അപ്പോൾ അദ്ദേഹം ഒരു മരത്തിൽ ഒരു കുയിൽ ഇരിക്കുന്നത് കാണാൻ ഇടയായി. അപ്പോൾ അദ്ദേഹം കുയിലിനോടും ചോദിച്ചു, കുയിലേ, എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കുയിലിനോടും ചോദിക്കുവാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ കുയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് ഒരു കൂട് വയ്ക്കുവാനുള്ള ത്രാണി പോലും എനിക്കില്ല, എങ്കിൽ പോലും
ഞാൻ മുട്ടയിടുന്നത് പോലും മറ്റൊരാൾ, ഒരു കാക്കയോ ഒരു കുരുവിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കൂട്ടിലാണ് ഞാൻ മുട്ടയിടുന്നത് പോലും. എങ്കിലും ദൈവം എനിക്ക് ഇത്ര മനോഹരമായ കുയിൽനാദം തന്നു. സൗണ്ട് കേട്ട് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് കുയിൽ ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായി വീണ്ടും അദ്ദേഹം അങ്ങനെ നടന്നു പോകുമ്പോൾ അതുവഴിയായിട്ട് ഒരു മയില് അവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പം അദ്ദേഹം മയിലിനോടും ചോദിച്ചു, മയിലെ എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്? അപ്പം മയിൽ ഉത്തരം പറയുകയുണ്ടായി, എനിക്ക് മനോഹരമായ ചിറകുകളുണ്ട്. അപ്പം ആ ഒരു മയിൽ പീലികളെ എനിക്ക് കാണാൻ പോലും സാധിക്കത്തില്ല. അത് എന്നിൽ നിന്ന് പറഞ്ഞ് താഴേക്ക് വീഴുമ്പോഴാണ് എനിക്കതൊന്ന് കാണാനെങ്കിലും സാധിക്കുന്നത്. പക്ഷേ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന മനുഷ്യരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിറകിങ്ങനെ വിടർത്തി നൃത്തമാടുമ്പോഴത്തേക്കും എന്നെ കണ്ട് സന്തോഷിക്കുന്ന അനേക മനുഷ്യരുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ നൃത്തം ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷമെന്ന് മയിൽ അവിടെ പറയുകയാണ്. അടുത്തതായി അങ്ങനെ അയാൾ നടന്ന് നീങ്ങി ഒരു പുഴയുടെ കരയിലെത്തി. അപ്പോൾ അദ്ദേഹം അവിടെ ആ ഒരു പുഴയെ ഇങ്ങനെ വീക്ഷിച്ച് നോക്കിയപ്പോൾ പുഴയുടെ സൈഡിലായിട്ട് ഒരുപാട് മിന്നാമിന്നി കൂട്ടങ്ങൾ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ മിന്നാമിന്നികളോട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്താണ് മിന്നാമിന്നിങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് ചോദിക്കുവാനുള്ളൊരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ചോദിച്ചു. അപ്പം മിന്നാമിന്നി കുഞ്ഞുങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, സൂര്യനോളം വെളിച്ചം എന്നിലില്ല എങ്കിലും എന്നിലെ കുഞ്ഞു കുഞ്ഞു വെളിച്ചങ്ങൾ മറ്റുള്ളവരിൽ പകർന്നു നൽകി അവരുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം. നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകാൻ പറ്റും മറ്റുള്ളവർക്ക്. വലിയ രീതിയിൽ സൂര്യനോളം, അതായത് മറ്റുള്ള ഒരാളിനെ കണ്ട് ഇത്രയും സന്തോഷം എനിക്ക് വേണം എന്നതല്ല. ജീവിതം എന്ന് പറയുന്നത് അത്രയും സൂര്യനോളം സന്തോഷം നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. എന്നാൽ മിന്നാമിന്നികളെ പോലെ കുഞ്ഞു കുഞ്ഞു സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ പറ്റും. അപ്പം അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷമെന്ന് ഇവിടെ മിന്നാമിന്നി കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്. അപ്പം അടുത്ത് വീണ്ടും അദ്ദേഹം ആ പുഴയിൽ നിന്ന് പുഴയിലോട്ട് നോക്കിയപ്പോൾ അനേക മീൻ കുഞ്ഞുങ്ങൾ പുഴയിലൂടെ ഇങ്ങനെ ചറപറ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. അപ്പം അദ്ദേഹം മീൻ കുഞ്ഞുങ്ങളോടും ചോദിച്ചു, എന്താണ് മീനെ, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു. അപ്പം മീൻ കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോട് ഒരു മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഈ തിരമാല ഇങ്ങനെ ശക്തമായി കാഠിന്യത്തിൽ ഒരുപാട് അലകൾ ഇങ്ങനെ വരുമ്പോൾ അതിനെ നീന്തിക്കടന്ന് ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്നിവിടെ മീൻ കുഞ്ഞുങ്ങൾ പറയുന്നു. അദ്ദേഹം വീണ്ടും പുഴയോട് ചോദിച്ചു, പുഴയെ നിൻ്റെ ജീവിതത്തിലെ സന്തോഷം എന്താണെന്ന് പുഴയോട് ചോദിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും പുഴ വീണ്ടും അദ്ദേഹത്തിനോട് മറുപടിയായി പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തമായി ഒഴുകി നമ്മുടെ കടലിലെത്തണം. കടലിലെത്തുക എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പുഴയ്ക്കൊരു ലക്ഷ്യമുണ്ട്, പുഴ ചെന്ന് കടലിൽ ചേരുക എന്നതാണ് പുഴയുടെ ലക്ഷ്യം. അപ്പം നമുക്കും ചില ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ, നേടുന്നവരാകണം. വളരെ ശാന്തമായി ഏത് പ്രതിസന്ധി വന്നാലും വളരെ ശാന്തമായി അതിനെ ഹാൻഡിൽ ചെയ്ത് നല്ല രീതിയിൽ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, ഈ പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്, പലപ്പോഴും ഒന്നിച്ചു നിന്നാൽ മധുരമേറിയ ഫലങ്ങൾ കായ്ക്കുവാൻ സാധിക്കുമെന്ന്. നമുക്കിപ്പം മുന്തിരിക്ക് സ്വയമേ ഒരു മുന്തിരി ഫലങ്ങൾ നിറയെ കായ്ക്കാൻ പറ്റത്തില്ല. അതേസമയം ഒരു സപ്പോർട്ട് അതിന് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതം വളരെ മനോഹരമായി തീരുന്നത് കാണാം. അപ്പം നമ്മളും ഒന്നിച്ചു നിന്നാൽ വളരെ മനോഹരമേറിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നത് നമ്മൾ ഒരു കുടുംബ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോഴത്തേക്കും അടുത്ത് വീണ്ടും നമുക്ക് മിന്നാമിന്നികളെ കണ്ടു. വലിയ കഴിവുകളൊന്നും, അതായത്
നമ്മുടെ കുയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ കഴിവൊന്നുമില്ല, എങ്കിലും തന്നിലുള്ള ചെറിയൊരു കഴിവ്, ഒരു നല്ലപോലെ പാട്ട് പാടുക അല്ലേ. അപ്പം നല്ലപോലെ കുയിൽ നാദം, അതിൻ്റെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അപ്പം നാമും നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കണവരാവരുത് ഒരിക്കലും. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവരാകണം നമ്മൾ. ഇപ്പം ചിലപ്പോഴൊക്കെ നമുക്കറിയാം, അമ്മമാരൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ, ഈ അമ്മമാരൊക്കെ ജോലിക്ക് പോകാത്തവരാണെങ്കിൽ, അവർ രാവിലെ മുതലേ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വേറെ ആരെയും കാണാത്ത ഒരവസ്ഥയിലായിരിക്കുമ്പോൾ അവരുടെ ഒരു മാനസിക അവസ്ഥ പ്രത്യേകതയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് അവരുടെ വീട്ടിൽ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ചെല്ലുക. അപ്പോൾ ആരും ഇല്ലാത്ത വീട്, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലാണ് ആ വീട്ടിലുള്ളവരെങ്കിൽ, അപ്പോൾ അവിടെ പോയി ഒന്ന് സന്ദർശിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം, അതൊരു വേറെ ഒരു സന്തോഷമാണ്. അപ്പോഴത്തേക്കും അതുപോലെ അമ്മമാരുടെ വീട്ടിൽ വയ്യാതെ കിടക്കുന്ന അമ്മച്ചിമാർ, അപ്പോൾ അവിടേക്ക് ഒന്ന് സമയം കട്ടി പോയി നമ്മുടെ അവരുമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പം നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ മയിലിനെ പോലെ പ്രവൃത്തിയിലൂടെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു അമ്മച്ചി രോഗാവസ്ഥയിലാണ്, അമ്മച്ചിയുടെ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പം അമ്മച്ചിക്ക് രോഗാവസ്ഥയിൽ ആഹാരം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവത്തില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഒരു ചോറിൽ നിന്ന് ഒരംശം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറൊരു സന്തോഷമാണ്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അവർ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഓർത്ത് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മാൽ കഴിയുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാകണം നമ്മൾ സൂര്യനോളം വെളിച്ചം നമുക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും മിന്നാമിന്നികളെ പോലെ കുഞ്ഞു കുഞ്ഞു വെളിച്ചം, കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുന്നവരാകണം നമ്മൾ. എന്നിലെ ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് നൽകുന്നവരാകണം. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. പുഴയെ പോലെ വളരെ ശാന്തമായി നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ തിരമാലകൾ, വളരെ ശക്തമായ പ്രതിസന്ധികൾ ഉണ്ടായാലും പുഴയെ പോലെ വളരെ ശാന്തതയോടെ ജീവിതത്തിൽ മുന്നേറുക എന്നതാണ് ഇവിടെ നമ്മെ പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത്. ഓരോ ദിവസവും വളരെ തൃപ്തിയോടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ വന്നു ചേരുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് ജീവിതം, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക, എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷം നേടാൻ കഴിയുക, അല്ലെങ്കിൽ ഭയങ്കര വിഷമം. ഇപ്പം എല്ലാവരും നമ്മൾ പുറമേ ഭയങ്കര സന്തോഷവാദികളും എപ്പോഴും ചിരിച്ചിട്ടും എപ്പോഴും നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ ഒതുക്കി ജീവിക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ. അപ്പോൾ അവരെ വീണ്ടും നമ്മൾ വിഷമിപ്പിക്കാതെ ജീവിതം എന്താണ് എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ഇതൊക്കെ തന്നെയാണ് ജീവിതം. ഇതെല്ലാം കൂട്ടമായി ചേരുന്നത് പ്രശ്നങ്ങൾ, തിരമാലകളെ പോലെ ആഞ്ഞടിച്ചു വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. ശാന്തമായി ഒഴുകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. മധുരമേറിയ ഫലങ്ങൾ കിട്ടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല ഫലങ്ങൾ കായ്ക്കുന്ന തലമുറകൾ, നല്ല സംസാരമുള്ള തലമുറകൾ, നല്ല പ്രവർത്തനമുള്ള തലമുറകൾ, മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്ന തലമുറകൾ, ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന തലമുറകൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം. ശാന്തമായി ദൈവത്തോടൊപ്പം ചേർന്നിരിക്കുന്ന തലമുറകളെ വാർത്തെടുക്കുക എന്ന വലിയ ഉദ്ദേശമാണ് ദൈവം എന്നെയും നിങ്ങളെയും ഈ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ യേശുനാഥൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ അപ്പനാകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, അല്ലെങ്കിൽ അമ്മയാകുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
ദൈവം ധാരാളമായി മക്കളെ തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പനും അമ്മയുമായി തീരും. എന്നാൽ അവിടെ നല്ലൊരു അപ്പനായി തീരുക, അല്ലെങ്കിൽ നല്ലൊരു അമ്മയായി തീരുക, നല്ല മക്കളായി തീരുക, നല്ല സഹോദരങ്ങളായി തീരുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതായി മാറുക എന്നത്. നമ്മൾ സഭയിൽ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുമ്പോൾ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ വേറെ തെറ്റിലോ കുറ്റങ്ങളിലോ ഒന്നും പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യമേ അല്ല. അപ്പം നമ്മുടെ എന്തുവാണ്, എപ്പോഴും നല്ലതായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലൊരു അമ്മയും നല്ലൊരു അപ്പനും നല്ലൊരു മകളും മകനും നല്ലൊരു സഹോദരങ്ങളുമായി മാറണം എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പം ഒരു ആശുപത്രിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാവും. ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അവിടെ കാണും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് നോക്കുന്നത് ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്നാണ്. ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും നല്ല ഡോക്ടർ, അതായത് ഇപ്പം നമുക്ക് കണ്ണിൻ്റെ ഡോക്ടറിനെയാണ് കാണേണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു 5-6 ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ ആണെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ആളെ കാണാൻ വേണ്ടി നമ്മൾ വലിയ ക്യൂവിലൊക്കെ പോയി ഹോസ്പിറ്റൽസിൽ നിൽക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ പലപ്പോഴും ഒരു കോടതിയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കോടതിയിലെ ഏറ്റവും നല്ല വക്കീൽ എവിടെയാണുള്ളത് എന്ന് തിരയുന്നൊരു അവസ്ഥ. അതുപോലെ തന്നെ സ്കൂളുകളിൽ പോകുമ്പോൾ ഈ സ്കൂൾസിലെ ഏറ്റവും നല്ല ടീച്ചർ, ഏറ്റവും നല്ല അധ്യാപിക ആരാണെന്ന് തിരക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കുഞ്ഞുമക്കളും അവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിൽ ആരാണ് നല്ല അപ്പനും നല്ല അമ്മയും ആരാണ് എന്ന് അവരും അന്വേഷിക്കുമല്ലേ, നമ്മെ പോലെ തന്നെ. അപ്പോൾ എല്ലാത്തിലും നല്ലത് തിരയുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. നല്ലതെല്ലാം ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടാകേണ്ടതും ഉണ്ടായിരിക്കുന്നതും എല്ലാം നമ്മളിൽ നിന്ന് തന്നെയാണ് നന്മകൾ ഉണ്ടാകുന്നത്. നല്ല അധ്യാപകരും നല്ല രാഷ്ട്രീയ നേതാവും നല്ല ഡോക്ടേഴ്സും നല്ല കളക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. അപ്പം എല്ലാത്തിലും നല്ല നല്ല വ്യക്തികൾ ഉണ്ടാകുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ആദ്യം നന്നാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്. നമ്മൾ നന്നായി നമ്മളെ കണ്ടിട്ട് വളരുന്ന കുഞ്ഞുമക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഒക്കെ ഒന്ന് കേൾക്കാൻ, ഒന്ന് ലിസൺ ചെയ്യുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. എത്ര ജോലി തിരക്കിലും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അവർക്ക് എന്തെങ്കിലും കഷ്ടങ്ങളുണ്ടോ എന്ന് തിരക്കുന്നവരാകണം നാം ഓരോരുത്തരും ജീവിതത്തിൽ. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഒരു നല്ല കേൾവിക്കാരാവണം. നല്ല കേൾവിക്കാരനാകുമ്പോഴാണ് ഒരു അപ്പനും അമ്മയും അല്ലെങ്കിൽ ഒരു മക്കളും നല്ല ഒരു കുടുംബമായി മാറുന്നത്. ഇപ്പം വീട്ടിലേക്ക് നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഓടി ചെന്ന് നമ്മൾ ഈ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഓടി അപ്പൻ്റെ അടുത്തേക്ക് പോവുമല്ലേ. അപ്പം അവർക്ക് കുറേ കാര്യങ്ങൾ നമ്മളെ അടുത്ത് പറയാറുണ്ട്. അപ്പം അത് നമ്മൾ ഇരുന്ന് കേൾക്കണം. അപ്പം നമുക്ക് കേൾക്കുക എന്നത് വലിയ ചിലവുള്ളൊരു കാര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു മക്കളൊക്കെ ഓടി നമ്മുടെ അടുത്തേക്ക് വരുമ്പം ചിലരൊക്കെ ജോലി ചെയ്ത് ടയേർഡായിട്ട് വരുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ചിലയിടത്തെങ്കിലും ഉണ്ട്. അപ്പം അതൊക്കെ മാറി അവരെ സ്വീകരിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കേൾക്കുന്ന നല്ല അപ്പനും നല്ല അമ്മയും നല്ല ഭർത്താക്കന്മാരും നല്ല അമ്മമാരും നല്ല ഭാര്യമാരും ആവാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പനെയും അമ്മയെയും കേൾക്കാനും പരസ്പരം സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാഴ്ച, ഇപ്പം നമ്മൾ കേൾവിയെക്കുറിച്ച്, ഒരു കുടുംബജീവിതത്തിൽ കേൾവിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ കേട്ടു. അപ്പം അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാഴ്ച എന്ന് പറയുന്നത്. കാഴ്ചയും കാഴ്ചപ്പാടും കേൾക്കുമ്പോൾ ഈ രണ്ട്
പദങ്ങളും നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും സമാനതകൾ തോന്നുമെങ്കിലും രണ്ടും സൂര്യനും ചന്ദ്രനും പോലെ വ്യത്യസ്തമായ രണ്ട് ഘടകങ്ങളാണ് കാഴ്ചയും കാഴ്ചപ്പാടും. ലോക പ്രശസ്തനായ സംഗീതജ്ഞനായ മിതോവന് പ്രഭാത സവാരിക്ക് പോകുന്നൊരു ശീലമുണ്ടായിരുന്നു. തൻ്റെ ഗ്രാമത്തിലെ പള്ളിയടിയുടെ ശബ്ദം കേട്ടാണ് അദ്ദേഹം പ്രഭാത സവാരി ആരംഭിക്കുന്നത്. തൻ്റെ ഗ്രാമത്തിൽ വഴിമധ്യത്തിൽ വച്ച് അദ്ദേഹം വളരെ മധുരമേറിയ കളകള ശബ്ദമുണ്ടാക്കുന്ന അരുവിയുടെ ശബ്ദങ്ങളും കിളിക്കൊഞ്ചലുകളും ജലമർമ്മരങ്ങളും ഒക്കെ കേട്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു യാത്രാമധ്യേ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത്. അങ്ങനെ തന്നെ പതിവ് തെറ്റാതെ അദ്ദേഹം ഒരു ദിവസം ഇതുപോലെ തൻ്റെ ഈ ഒരു യാത്രയിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒന്നും കേൾക്കാനാവുന്നില്ല. എന്ന് പറയുമ്പം ഇന്ന് രാവിലെ എണീറ്റു, പള്ളിമണിയുടെ ശബ്ദം കേട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചു, ഇന്ന് പള്ളിമണി അടിച്ച് കാണത്തില്ല. വാച്ച് നോക്കിയപ്പോൾ സമയമായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ പ്രഭാത യാത്ര ആരംഭിച്ചു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റ് പ്രഭാതത്തിലേക്ക് നടന്ന്, അതായത് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും എന്നും അദ്ദേഹം എന്താണ്, ജലത്തിൻ്റെ കളകള നാദം കേൾക്കും. അദ്ദേഹത്തിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. കിളിക്കൊഞ്ചലുകൾ കേൾക്കാൻ കഴിഞ്ഞില്ല. ജലമർമ്മരങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പം അദ്ദേഹം വിചാരിച്ചു, ഇന്ന് ഇതെന്താണ് പറ്റിയത്, നമ്മുടെ പ്രകൃതിക്ക് ഒരു സന്തോഷമില്ലായ്മ എന്താണ്. അപ്പം അദ്ദേഹം അങ്ങനെ ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും അദ്ദേഹം പോകുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, സുഹൃത്ത്, ഒരു കൊല്ലനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊല്ലൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം നോക്കി, ആ ഒരു പണിസ്ഥലത്തിലേക്ക് നോക്കി. അവിടെ നിന്നും ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, പക്ഷെ ഇന്ന് അതും കേൾക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, എന്ത് പറ്റി കാണും, എന്തായിരിക്കും ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ട് ശബ്ദം കേൾക്കാത്തതുകൊണ്ട് അദ്ദേഹം മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ അദ്ദേഹം സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോവാറ്. പക്ഷെ ഇന്ന് സുഹൃത്തിൻ്റെ വീട്ടിലൊന്നും പോവാതെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം തൻ്റെ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ തിരുബലി നടക്കുവാണ്. എല്ലാ ദിവസവും നടക്കുന്ന പോലെ തിരുബലി അവിടെ നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് അപ്പം തന്നെ ഭയങ്കര ഒരു വിഷമമുണ്ടായി. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഭവനത്തിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിന് കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയി എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം കേൾക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും മധുരമായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ കേൾവി ശക്തി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലൂടെയാണ്. അപ്പോൾ അദ്ദേഹം കാഴ്ച എന്ന് പറയുമ്പോൾ അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമോ, രാവിലെയുള്ള കിളിക്കൊഞ്ചലുകൾ, ജലമർമ്മരങ്ങൾ എല്ലാം അവിടെ എല്ലാ ദിവസത്തെ പോലെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ കാഴ്ചയിലൂടെ അദ്ദേഹത്തിന് അതിലേക്കൊന്നും കാണാൻ സാധിച്ചില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യാസമായിരുന്നു. ഇതെല്ലാം അവിടെ നടന്നെങ്കിലും അദ്ദേഹം വിചാരിച്ചത് എന്താണ്, ഇന്ന് കുയിലുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ ദേവാലയത്തിൽ ഇന്ന് ആരാധനയൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് അദ്ദേഹം പോയത്. അപ്പം നമ്മുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാവും, കാഴ്ച എന്ന രീതിയിൽ നമ്മൾ ഒരു സാധനം കാണുന്നതല്ല നമ്മുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നമുക്കറിയാം, യേശുവിനെ അനുഗമിച്ച ഒരു കുരുടനെ കുറിച്ച്. കാഴ്ച പ്രാപിക്കുക എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം. എന്നാൽ മറിച്ച് അദ്ദേഹം കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് യേശുവിൻ്റെ അടുത്ത് കാഴ്ചയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മതിയായിരുന്നു. എന്നാൽ അദ്ദേഹം അങ്ങനെയാണോ ചെയ്തത്? അല്ല, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ദാസനായിരുന്നു അദ്ദേഹം. അപ്പോൾ കാഴ്ച പ്രാപിക്കുവാൻ വേണ്ടി മാത്രം യേശുവിനെ അനുഗമിച്ചു എന്നതല്ല, നമുക്ക് അദ്ദേഹത്തിന് യേശുവിനെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നതാണ്.
കാഴ്ചപ്പാട് എന്ന് പറയുമ്പോഴത്തേക്കിലും എന്താണ് നമ്മുടെ യേശുനാഥൻ എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, യേശുവിനെ കുറിച്ച് അറിയാനാണ് യേശുവിനെ അനുഗമിച്ചത്. കാഴ്ചയിൽ നമ്മൾ ഭക്തരാണെങ്കിലും എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? മോശയിൽ നിന്ന് ദൈവത്തെ മാറ്റിയാൽ മോശ വെറുമൊരു വ്യക്തി അല്ലെങ്കിൽ എന്തുവാണ്, ഒരു വിക്കൻ മാത്രമായിരുന്നു. ദാവീദിൽ നിന്ന് ദൈവത്തെ മാറ്റിയാൽ ദാവീദ് ഒരു സാധാരണ ആട്ടിടയനായിരുന്നു. പത്രോസിൽ നിന്ന് ദൈവത്തെ മാറ്റിക്കഴിഞ്ഞാൽ പത്രോസ് വെറുമൊരു മുക്കുവൻ മാത്രമായിരുന്നു. എസ്തറിൽ നിന്ന് നമ്മുടെ ദൈവത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ എസ്തർ വെറുമൊരു സാധാരണ ജീവനക്കാരിയായ സ്ത്രീയായിരുന്നു. എലീശയിൽ നിന്ന് നമ്മുടെ ദൈവത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ എലീശ വെറുമൊരു സാധാരണ കർഷകനായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, എന്നിലും നിങ്ങളിലും നിന്ന് നമ്മുടെ ദൈവത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ച് നമ്മുടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം എന്തായി മാറും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവത്തെ മാറ്റിയാൽ നാം ആരാണ് എന്ന്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ നിന്ന് നമ്മുടെ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ നമ്മൾ വെറും ചെറിയ ഒരു മൺകൂടാരം പോലെയാണ്. തട്ടിയാലോ മുട്ടിയാലോ ഉടഞ്ഞു പോകുന്ന ഒരു മൺകൂടാരം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ എന്നിലേക്ക് ദൈവത്തിൻ്റെ ആശംസ, ദൈവത്തിൻ്റെ ആശയങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുമ്പോൾ, ആശയങ്ങൾ, ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ നാം ദൈവത്തിൻ്റെ മന്ദിരമായി തീരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നാം ഓരോരുത്തരും മൺകൂടാരമാണ്. ഒന്ന് തട്ടിയാലോ മുട്ടിയാലോ പൊട്ടിപ്പോകുന്ന മൺകൂടാരങ്ങളാകുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് തട്ടലോ മുട്ടലോ വന്നാൽ പൊട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ അത് ദൈവത്തിൻ്റെ മന്ദിരമാവാൻ സാധിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തെ ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മെ എത്തിക്കും. ദൈവം വസിക്കുന്ന ഇടമായി മാറും നമ്മുടെ ഓരോരുത്തരെയും കുടുംബ ജീവിതവും ഭവനങ്ങളും. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബവും ജീവിതവും എല്ലാം ദൈവത്തിൻ്റെ ഭവനങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.